സോഷ്യൽ മീഡിയയിൽ അങ്ങിങ്ങായിട്ട് നടക്കുന്ന ഒരു സംഭവമാണ് ആര്യൻ അനുമോൾക്ക് ബായ് പറഞ്ഞില്ല എന്നുള്ളൊരു സംഭവം. ഇതിനെ ഞാൻ നിഷ്പക്ഷമായിട്ട് സംസാരിക്കുകയാണ്. കാരണം അനുവിനെ ഇൻസൾട്ട് ചെയ്തു എന്ന് ചിലർ പറയുന്നു. പിന്നെ യുനോ എന്നെ ആര്യൻ അത് PR-ന് വേണ്ടിയിട്ട് ചെയ്തതെന്ന് പറയുന്നു. ഞാനൊരു കാര്യം പറയട്ടെ, ഇതിൽ വലിയ സംഭവം എടുക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം ചിലർ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവിടെ വിട്ടുകളയുന്ന കാര്യങ്ങൾ മനസ്സിൽ കൊണ്ട് നടന്ന് പിന്നെ ആ വ്യക്തിയോട് സംസാരിക്കാത്തവരുണ്ട്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഭയങ്കര ഓപ്പണപ്പായിട്ട് പറയാം, ഞാൻ സീസൺ 5 സംസാരിക്കാൻ ഇഷ്ടപ്പെടാത്ത ആളുകളുണ്ട്. ഞാൻ സംസാരിക്കാത്ത ഇപ്പോഴും ഞാൻ സ്റ്റേ അവേ എന്നുള്ള രീതിയിൽ നിൽക്കുന്ന ആളുകൾ 2-3 പേര് അതിൻ്റെ ഉള്ളിലുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗെയിമിന്റെ ഭാഗമായിട്ടാണെങ്കിൽ എന്താണെങ്കിലും അവരുടെ ക്യാരക്ടറും ബിഹേവിയറും കാര്യങ്ങളും പുറത്തിറങ്ങിയിട്ടുള്ള അവരുടെ സംസാരവും അവർ ചെയ്ത കുറച്ച് കാര്യങ്ങളും അൺനെസസറി എന്നെ ബാക്ക് സ്റ്റാബ് ചെയ്ത കാര്യങ്ങളും ഒക്കെ വെച്ച് നോക്കിയിട്ട് എനിക്ക് അവരോട് സംസാരിക്കാൻ താല്പര്യമില്ല. ഇപ്പൊ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ ഇപ്പൊ ഈ ആര്യൻ കാണിച്ച അതേ സംഭവം തന്നെയാണ് ഞാൻ അതിൻ്റെ ഉള്ളിൽ എല്ലാവരുടെയും യാത്ര പറഞ്ഞു. വിഷ്ണുവിനോട് ഞാൻ സംസാരിച്ചില്ല. അത് പല ആൾക്കാരും പറഞ്ഞു, വിഷ്ണു അടക്കം പറഞ്ഞു സംസാരിച്ചില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സംഭവത്തിനെ നുണയിലൂടെയും നമുക്ക് ആൾക്കാരിൽ എത്തിക്കാം, സത്യത്തിലൂടെയും എത്തിക്കാം. പക്ഷെ സത്യത്തിലൂടെ എത്തിക്കുമ്പോൾ അത് ചില ആൾക്കാരെ ബാധിക്കുന്നുണ്ട്. അവർ നമ്മളെക്കാൾ കുറച്ച് സ്മാർട്ടും അവർ നമ്മളെക്കാൾ കുറച്ച് ക്രൂക്കട്ടും ആയതുകൊണ്ട് മേ ബി ഈ ഒരു സത്യത്തിനെ വളച്ചൊടിച്ച് മറ്റൊരു രീതിയിൽ എത്തിക്കാൻ ശ്രമിക്കും. ഈ വളച്ചൊടിച്ച് എത്തിക്കുന്ന ആൾക്കാരോട് എനിക്ക് തീരെ താല്പര്യമില്ല. സോ അതുകൊണ്ട് ഇപ്പം അത് കഴിഞ്ഞ് ഞാൻ രണ്ടാമത് കയറി കഴിയുമ്പോൾ ഞാൻ ശോഭയെ ഹഗ് ചെയ്തില്ല എന്ന് പറഞ്ഞൊരു വിഷയമുണ്ടായി. കാരണം ആ സമയത്ത് എനിക്കും ശോഭയ്ക്കും തമ്മിൽ കുറച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ പലരും പറയുന്നത് അങ്ങനെ കാണിക്കാൻ പാടില്ല, അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ അത് മോശമല്ലേ, അപ്പോൾ അത് നല്ല രീതിയിൽ ബിഹേവ് ചെയ്യണ്ടേ. എനിക്കറിയില്ല, എനിക്ക് ഒരാളോട് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അത് എൻ്റെ ബോഡി ലാംഗ്വേജിലും ഫേസിലൊക്കെ വരും. പക്ഷെ അത് സം സിറ്റുവേഷനിൽ യെസ് ഓഫ് കോഴ്സ് നമ്മളത് ചില സമയത്ത് ചിരിച്ച് കാണിക്കേണ്ടടുത്ത് ചിരിച്ച് കാണിക്കണം എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഞാനിപ്പോൾ ചിരിച്ച് കാണിക്കാൻ പഠിച്ചു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ മീറ്റർ ചിരിയില്ല, ചെറിയൊരു ചിരി. ആ ചിരിയിലും എനിക്ക് നോട്ട് ഓക്കെ എന്നുള്ളൊരു സാധനം ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി എൻ്റെ ഫേസിൽ വരും. അതെൻ്റെ ഒരു ശാപം എന്ന് വേണമെങ്കിൽ പറയാം. ബട്ട് ഐ എം നോട്ട് അറ്റ് ഓൾ ഇൻ റിഗ്രറ്റ് ഇൻ ദാറ്റ് കേസ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമില്ലാത്തത് തന്നെയാണ്. അതിപ്പം പറഞ്ഞിട്ടും മാറ്റാതെ ഞാൻ പിടിച്ച മുകളിൽ 4 കൊമ്പെന്ന് നിൽക്കുന്നവരോടാണ് കൂടുതൽ എനിക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ ആര്യന് മേ ബി എന്തെങ്കിലും അനുവായിട്ട് ഇതായിട്ട് പോകാൻ പറ്റാത്തൊരു സംഭവം ഉണ്ടായിട്ടുണ്ടാവും. ചിലപ്പോൾ അതുകൊണ്ട് ഹൈ ബൈ കാണിച്ചിട്ടുണ്ടാവില്ല. സോ വാട്സ് ഇതൊക്കെ ഇതിനകത്ത് ഉള്ളതാണ്. ഇതൊന്നും വലിയ സംഭവമായിട്ട് അനുവിനെ ഇൻസൾട്ട് ചെയ്തു അല്ലെങ്കിൽ അതൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ മേ ബി അത് അനുവിനെ പോലത്തെ പെൺകുട്ടിക്ക് അത് എന്തായാലും ഹേർട്ട് ആയിട്ടുണ്ടാവും. കാരണം അനു എന്ന് പറയുന്ന ഒരു വ്യക്തി ഇപ്പം എത്ര ദേഷ്യം ഉണ്ടെങ്കിലും എന്താണെങ്കിലും ഇറങ്ങുമ്പോൾ ഹായ് പറഞ്ഞു പോകും അല്ലെങ്കിൽ ബായ് പറയും എന്നുള്ളൊരു ഇതിലാണ് കാര്യങ്ങൾ. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലിപ്പോൾ ഒരുപാട് ഘടകങ്ങളുണ്ട് ഇതിനകത്ത് സംസാരിക്കാനായിട്ട്. ഇപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്നവർ ചിലവർ കാര്യസാധ്യത്തിന് വേണ്ടി നിൽക്കുന്നവരുണ്ട്. ഇൻ ദ സെൻസ് ലൈക്ക് ഇതെല്ലാവരും കാണുന്നതാണ്. സോ ഐ വാണ്ട് ടു ഡു സം കണ്ടന്റ്, ഐ വാണ്ട് ടു മേക്ക് ലൈക്ക് ദിസ്, ഐ വാണ്ട് ടു ടോക്ക് ലൈക്ക് ദിസ്, അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്. സോ അവർക്ക് പറ്റും അവരുടെ സ്വിച്ച് ചെയ്യാൻ ക്യാരക്ടർ, അവരുടെ റിയൽ ക്യാരക്ടറിൽ നിന്ന് ഫേക്ക് ക്യാരക്ടറിലേക്ക് സ്വിച്ച് ചെയ്യാൻ തിരിച്ച് ഇതേപോലെ പ്ലേസ് ആവാനും പറ്റും. ഒന്ന് ഇരുത്തി സംസാരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒന്ന് ഇരുത്തി ചിന്തിച്ചു കഴിഞ്ഞാൽ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് പോകുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ സമാധാനക്കേടും പ്രശ്നങ്ങളും ഉണ്ടാവുക. സ്വിച്ച് ചെയ്യാൻ പറ്റുന്നത് വലിയൊരു കഴിവ് തന്നെയാണ്. പക്ഷെ സം സിറ്റുവേഷൻസ് ഈ സ്വിച്ചിങ് നമുക്ക് മോശമായിട്ട് തോന്നുകയും ചെയ്യും. ബട്ട് അവർക്ക് ഒരുപാട് പ്ലസ് ആയിട്ട് തോന്നുകയും ചെയ്യും. സോ ആര്യൻ ഇപ്പം അനുമോൾക്ക് കൈ കൊടുത്തില്ല, ഓക്കെ കൊടുത്തില്ല, അത് ഇത്രയുള്ള വിഷയമൊന്നുമല്ല. മേ ബി ആ സമയത്ത് സംസാരിച്ച് എന്തെങ്കിലും ഒരു കാര്യങ്ങളായിരിക്കും. അല്ലാതെ ആര്യനാണെങ്കിലും അങ്ങനെ ഒരു മേ ബി ഇതിപ്പോൾ ഇതിനകത്ത് ഈ പാച്ചും ഈ വർക്കും ഇതൊക്കെ മാറാവുന്നേ ഉള്ളൂ. കാരണം ഇപ്പൊ 2 ആഴ്ച കഴിഞ്ഞ് കയറുമ്പോൾ മേ ബി സംസാരിക്കും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അല്ലാതെ അത് വലിയൊരു ഇന്റർനാഷണൽ പ്രശ്നമായിട്ട് ഫുൾ റീൽസിൽ കയറി ഇറങ്ങി നടക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ പെട്ടെന്നൊരു നോട്ടത്തിൽ പറയുമ്പോൾ എന്താ അവരോട് മാത്രം പറയാഞ്ഞേ എന്നുള്ളൊരു സാധനം വരും. അതിപ്പോ പുള്ളി അങ്ങനെ ചെയ്തു, അത് അനുവിന് ഫീൽ ചെയ്തു, ഇറ്റ്സ് ഡൺ ഓവർ ദർ. അത് എല്ലാവരും ചിന്തിച്ചു സംസാരിക്കാൻ താല്പര്യമില്ല. അപ്പോൾ ദാറ്റ് മീൻസ് ഐ എം നോട്ട് ഓക്കെ വിത്ത് യു, ഐ ഡോണ്ട് വാണ്ട് ടു സേ ബൈ. ഓക്കെ, അത് പുള്ളിയുടെ പെർസെപ്ഷൻ, പുള്ളിയുടെ സ്റ്റാൻഡാണ്, അത് നമ്മൾ റെസ്പെക്ട് ചെയ്യാം. ദാറ്റ്സ് ഇറ്റ്.